ട്രംപ് ഒരു പ്രത്യേക ജീവിയാണ്. ഭയങ്കരമായ ഉൾട്ടാ കമ്മ്യൂണിക്കേഷനാണ്. പറയുന്നത് എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാറുള്ളത്. ഇന്ന് വൈകിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് ഒരു സമാധാന കരാർ നിലവിൽ വരും. ഇന്നില്ലാതാക്കും എന്ന് പറഞ്ഞാൽ അന്നായിരിക്കും അത് പൂർണ്ണമായി ഉണ്ടാവുക. ഇത് കേവലം ഒരു മണ്ടത്തരവും ഊളത്തരവുമൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും, അല്ലെങ്കിൽ പൊതുവിൽ കാണുന്നതെങ്കിലും, ഇതൊക്കെ കോടികൾ വരുന്ന ബിസിനസ്സുകളാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ തകർക്കും എന്ന് പറയുമ്പോഴേക്കും ഗണ്യമായി പലതിൻ്റെയും വില കൂടും. എന്നാൽ മറിച്ചാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നത് ട്രംപിനാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സർക്കിളിലും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളിലും ഇത് തിരിച്ചാണ് സംഭവിക്കുക എന്ന് പറയും. അത് ഇത്ര മണിക്ക് താൻ പറയും എന്നും അവരെ അറിയിക്കും. അപ്പോഴേക്കും മണിക്കൂറുകൾ കൊണ്ടാണ് മില്യൺ കണക്കിന് ഡോളറുകൾ തൻ്റെ ആളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുക. എന്നുവെച്ചാൽ യുദ്ധത്തെ ഒരു വലിയ ബിസിനസ് ടാക്ടിക്സായി ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ട്രംപ്. ഞാനിത് പറയാനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. മോദി നേതാവായിരിക്കെ ആരിന്ത്യയെ ആക്രമിച്ചാലും ഞങ്ങൾ തിരിച്ചാക്രമിക്കും, ഇന്ത്യയുടെ സഹായത്തിനെത്തും. എന്നാൽ മോഡിയുടെ കാലം കഴിഞ്ഞാൽ അതത്ര ഉറപ്പില്ല. സത്യത്തിൽ അതിൻ്റെ താഴേക്ക് വന്ന കമൻറ്റുകൾ അത് വായിച്ചു നോക്കുമ്പോഴാണ് ഈ ലോക നേതാവിൻ്റെ പിന്തുണയും സഹായവും അദ്ദേഹത്തിൻ്റെ ഉറപ്പിനെയുമൊക്കെ എങ്ങനെയാണ് ഇന്ത്യക്കാർ കാണുന്നതെന്നും മലയാളികൾ കാണുന്നതെന്നും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോയി നോക്കിയാലും കാണാം. യാതൊരു വിധമായ താല്പര്യവും ഇന്ത്യയോടില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ചൂഷണം ചെയ്തതും ഇന്ത്യയെ അപമാനിച്ചതും ഈ മിസ്റ്റർ പ്രസിഡൻ്റാണ്. ഇദ്ദേഹമാണ് നമ്മുടെ സിന്ദൂർ യുദ്ധവേളയിൽ അദ്ദേഹം ഇടപെട്ടാണ് യുദ്ധം നിർത്തിയതെന്നും പാകിസ്ഥാൻകാരൻ ഗംഭീരനാണെന്നും നമ്മുടെ വിമാനങ്ങൾ 5-6 അടിച്ചിട്ടെന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അണുബോംബ് പ്രയോഗിച്ച് എല്ലാവരും കൂട്ടക്കുരുതി വന്നേനെയെന്നും പ്രഖ്യാപിച്ചത്. ഇതേ ട്രംപാണ് അവിടെ കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞു പോയ ഇന്ത്യക്കാരെ സാധാരണ നമ്മൾ 3-ാം ലോക രാജ്യങ്ങളിൽ ആഫ്രിക്കക്കാരോട് കാണിക്കാത്ത പോലും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി വിലങ്ങ് വെച്ച് തുടലിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് പഞ്ചാബിലൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞു പോയത്. ഇതേ ട്രംപാണ് ഇതുവരെ ഇല്ലാത്ത വിധം നമുക്കുമേൽ താരിഫുകൾ ചുമത്തിയതും അത് വെച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നികുതി വല്ലാണ്ടിടിച്ചതും കുറച്ചതുമെല്ലാം. ഇതേ ട്രംപാണ് പാകിസ്ഥാന് എല്ലാ പ്രാധാന്യവും നൽകി അസീം മുനീറിനെ അടക്കം വിളിച്ച് വിരുന്ന് നൽകി എല്ലാ സഹായങ്ങളും ചെയ്ത് ഇപ്പോൾ തങ്ങളും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ ലോകമടയാളപ്പെടുത്താൻ പോകുന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇസ്ലാമാബാദ് MOU എന്ന് നാമകരണം നൽകി അതിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതേ ട്രംപിൻ്റെ ആശീർവാദത്തോടെയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് ഒരു മ്യൂച്വൽ സെക്യൂരിറ്റി കരാർ, നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നത് പോലെ എന്നൊരു കരാറുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഒരു മാപ്പിൽ പാകിസ്ഥാനെ കുറച്ചുകൂടി വല്ലാണ്ട് ഉയർത്തും വിധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും പണിയെടുത്തവൻ്റെ പേരാണ് ട്രംപ്. എന്നിട്ടോ ആകെ നമ്മുടെ വിശ്വഗുരുവിന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണ്, നല്ലൊരു മനുഷ്യനാണ്, ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്ന എന്താ പറയുന്നത്, ഒരു പൊടിക്കുള്ള ഈ ഓരോ വാചകങ്ങളിൽ കിട്ടുന്ന പിന്തുണയല്ലാതെ ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഈ രാജ്യത്തിന് യാതൊരു ബാധ്യതയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ കടപ്പാടും ഉണ്ടായി കൂടാത്ത ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? കഷ്ടം.